നമസ്കാരം. ഈ പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ നിങ്ങൾ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ പ്രതിമാസം 20,000 രൂപ വരെ പലിശ നിരക്കിൽ മാത്രം നിങ്ങൾക്ക് ലഭിക്കും. സർക്കാർ ഗ്യാരണ്ടിയുള്ള, കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടിയുള്ള 100% സേഫ് ആയിട്ടുള്ള നിക്ഷേപ പദ്ധതികളാണ് പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികൾ. അപ്പോൾ 2026 ജനുവരി മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 7ഓളം വരുന്ന പോസ്റ്റ് ഓഫീസ് സ്കീമുകളെ പറ്റിയാണ് ഈ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന എല്ലാ അപ്ഡേറ്റ്സും ഇതിലുണ്ട്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ട്രസ്റ്റ് ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. പണ്ട് നമ്മളെല്ലാവരും കത്തുകളും മണി ഓർഡറുകളും ഒക്കെ അയക്കാനായിട്ട് പോസ്റ്റ് ഓഫീസുകൾ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇന്ന് പോസ്റ്റ് ഓഫീസുകൾ നിക്ഷേപ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് പലരും തിരഞ്ഞെടുക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും പലർക്കും ചില പോസ്റ്റ് ഓഫീസ് പദ്ധതികളെക്കുറിച്ച് അല്ലെങ്കിൽ പല പോസ്റ്റ് ഓഫീസ് സ്കീമുകളെക്കുറിച്ചും വേണ്ടത്ര ധാരണയില്ല. അതിനുള്ള പ്രധാന കാരണം തന്നെ പോസ്റ്റ് ഓഫീസ് പദ്ധതികൾ പലപ്പോഴും ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ഓഫീസ് പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാനായിട്ട് പോകുന്നത്. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, ഇതാണ് ഏറ്റവും ആദ്യത്തെ പദ്ധതി. ഇതിന്റെ പേരിൽ പ്രതിപാദിക്കുന്നത് പോലെ തന്നെ സീനിയർ സിറ്റിസൺസ്, അതായത് വാർദ്ധക്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ്. അവർക്ക് സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച ഒരു പദ്ധതിയാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള സീനിയർ സിറ്റിസന് പോസ്റ്റ് ഓഫീസ് നിക്ഷേപിക്കാനായിട്ട് സാധിക്കുകയും അതുപോലെ തന്നെ ക്വാർട്ടർലി ഇൻട്രസ്റ്റ് പേയ്മെന്റ് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു പദ്ധതിയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 8.2% പലിശ നിരക്കായിട്ട് ലഭിക്കുന്നത്. മികച്ച ഒരു പലിശ നിരക്ക് തന്നെയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രായമുള്ള ആളുകൾക്ക് മാസമായിട്ട് ഒരു വലിയ തുക ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും ഏകദേശം 2% പലിശ നിരക്ക് നിങ്ങൾക്ക് ക്വാർട്ടറിൽ ലഭിക്കുന്നു എന്നതാണ് ഈ ഒരു സ്കീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രായമുള്ള ആളുകൾക്ക് മാസമായിട്ട് ഒരു വലിയ തുക ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും 8.2% പലിശ നിരക്ക് നിങ്ങൾക്ക് ക്വാർട്ടറിൽ ലഭിക്കുന്നു എന്നതാണ് ഈ ഒരു സ്കീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ തുക എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഏറ്റവും കൂടിയ തുക 30 ലക്ഷം രൂപയാണ്. ഈ ഒരു പദ്ധതിയുടെ കാലയളവെന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷ കാലയളവിലേക്കാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത്. ഇത് 3 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതായത് 5 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടി കാലയളവിലേക്ക് ഇത് നീട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് 3 വർഷം വരെ സാധ്യമാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. പോസ്റ്റ് ഓഫീസുകളിലും അംഗീകൃത ബാങ്കുകളിലും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന് യാതൊരു വിധത്തിലുള്ള റിസ്ക്കുമില്ല. റിട്ടേൺസ് ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു സ്കീമാണ് ഈ ഒരു സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. ഇൻകം ടാക്സിന്റെ സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെ ടാക്സ് ബെനിഫിറ്റും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്ക് പ്രതിവർഷം 50,000 രൂപയിൽ കൂടുതലാണ് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കുന്നതെങ്കിൽ DDSഉം അവൈലബിൾ ആണ്. ഇനി ഈ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിലേക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് എന്തൊക്കെ യോഗ്യതാ മാനദണ്ഡങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആരുടെ പേരിലാണ് ഓപ്പൺ ചെയ്യുന്നത് അവർക്ക് 60 വയസ്സ് അതിന് മുകളിലോ പ്രായമുണ്ടായിരിക്കണം. ഇനി മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, സ്വയം വിരമിക്കൽ നടത്തിയവർക്ക്, അതായത് വോളണ്ടറി റിട്ടയർമെന്റ് ചെയ്ത ഒരാൾക്കാണെങ്കിൽ 55 വയസ്സ് മുതൽ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമാണ്. അതുകൂടാതെ ഡിഫൻസിൽ നിന്നും, അതായത് ആർമിയിൽ നിന്നും മറ്റേതെങ്കിലും ഡിഫൻസ് സ്ഥാപനങ്ങളിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരാളാണെങ്കിൽ അവർക്കും ഏജ് ലിമിറ്റ് അത് ബാധകമല്ല. പക്ഷെ ചില കണ്ടീഷൻസിൽ ഇവിടെ അപ്ലിക്കബിൾ ആയിരിക്കും. മാത്രമല്ല ഇത് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ഓപ്പൺ ചെയ്യാനായിട്ട് സാധ്യമാവുകയും അതുകൂടാതെ NRIകൾക്കും, അതായത് നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസിന് ഈ ഒരു സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമല്ല. ഇന്ന് നമുക്ക് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നിന്ന് എങ്ങനെയാണ് ഇതിലെ റിട്ടേൺസ് അത് ലഭിക്കുക, അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് തുക അതൊരു 30 ലക്ഷം രൂപയാണെന്നിരിക്കട്ടെ. അതിൽ നിന്നും ക്വാർട്ടറിൽ വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 61,500 രൂപയായിരിക്കും. അങ്ങനെ വരുമ്പോൾ പ്രതിമാസം 20,100 ചില്ലറ രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുതലും പലിശയും അടക്കം മൊത്തം ലഭിക്കുന്ന തുക എന്ന് പറയുന്നതാകട്ടെ 42,30,000 രൂപയായിരിക്കും. ഇതുകൂടാതെ നമ്മൾ 15 ലക്ഷം രൂപയാണ് ഈ ഒരു സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ക്വാർട്ടറിൽ ലഭിക്കുന്ന രൂപ എന്ന് പറയുന്നത് 30,750 രൂപയായിരിക്കും. അതായത് പ്രതിമാസം 10,250 രൂപയായിരിക്കും.
ഇനിയിപ്പോൾ 15 ലക്ഷമല്ല, നിങ്ങൾ 10 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ക്വാർട്ടറിൽ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് അത് 20,500 രൂപയായിരിക്കും. അങ്ങനെ വരുമ്പോൾ പ്രതിമാസം 6,833 രൂപയായിരിക്കും. ഇനി 5 ലക്ഷമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ക്വാർട്ടറിൽ പലിശ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,250 രൂപയാണ്. അങ്ങനെയെങ്കിൽ പ്രതിമാസം 3,333 രൂപയായിരിക്കും ലഭിക്കുക. വളരെ മികച്ച ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഒരു പോസ്റ്റ് ഓഫീസ് സ്കീം സുകന്യ സമൃദ്ധി യോജനയാണ്. അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതി ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെ ആയിട്ട് ആരംഭിച്ച ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. പെൺകുട്ടികൾക്ക് മാത്രമേ ഈ ഒരു സ്കീമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ. വെറും 250 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുകന്യ സമൃദ്ധി യോജനയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമാണ്. പ്രതിവർഷം ഏറ്റവും കുറഞ്ഞ തുക 250 രൂപയാണ്. ഏറ്റവും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തുക 1.5 ലക്ഷം രൂപയാണ്. 15 വർഷമാണ് ഇതിന്റെ നിക്ഷേപ കാലയളവ്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് 21 വയസ്സാകുന്ന സമയത്ത് അക്കൗണ്ട് മെച്യൂർ ആകുന്നതാണ്. പോസ്റ്റ് ഓഫീസുകളിലും അതുപോലെ തന്നെ അംഗീകൃത ബാങ്കുകളിലും സുകന്യ സമൃദ്ധി യോജന പ്രകാരം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാതൊരു റിസ്ക് ഇല്ലാത്തൊരു പദ്ധതിയാണിത് സുകന്യ സമൃദ്ധി യോജന. വളരെ മികച്ച പലിശ നിരക്കാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത സെക്ഷൻ ITC പ്രകാരം ടാക്സ് ബെനിഫിറ്റ് ഇതിൽ ലഭിക്കുന്നു എന്നതാണ്. കൂടാതെ പലിശ നിരക്കുകളിൽ യാതൊരു വിധത്തിലുള്ള ടാക്സ് നൽകേണ്ടതില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 2025 ഈ വർഷം ഒരു വയസ്സ് പ്രായമുള്ള മകൾക്ക് വേണ്ടിയിട്ട് സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ നിക്ഷേപിക്കുന്ന സമയത്ത് നിങ്ങൾ 2040 അവസാനത്തെ ഡെപ്പോസിറ്റ് നൽകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2025 തുടങ്ങി 15 വർഷമാകുമ്പോഴേക്കും 2040 വരെ ആയിരിക്കും നിങ്ങൾക്ക് നിക്ഷേപിക്കേണ്ടത്. പെൺകുട്ടി 21 വയസ്സാകുന്ന സമയത്ത് 2046 ആകുമ്പോഴത്തേക്കും ഈ അക്കൗണ്ട് മെച്യൂർ ആകുന്നു. ഇത് മെച്യൂരിറ്റി ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് 69,27,000 രൂപയായിരിക്കും. സോ വളരെ മികച്ച റിട്ടേൺ തന്നെയാണ് 21 വർഷമാകുമ്പോഴേക്കും നിങ്ങളുടെ പെൺകുട്ടിക്ക് ലഭിക്കുന്നത്. ഇത് കുട്ടിയുടെ നല്ല വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടാണ് മറ്റൊരു നിക്ഷേപ ഓപ്ഷൻ. PF എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. പ്രോവിഡന്റ് ഫണ്ട് എല്ലാ എംപ്ലോയികൾക്കും കമ്പനികൾ കൊടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് അതായത് PF ഒരു സ്കീമുണ്ട്. ഇത് പ്രകാരം ഒരു കമ്പനിയിൽ എംപ്ലോയി ആവണമെന്നില്ല, പക്ഷെ നമുക്കൊരു PF അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് 7.1% PFൽ നിന്നും പലിശ നിരക്കായിട്ട് നമുക്ക് ലഭിക്കുന്നത്. പ്രതിവർഷം നിക്ഷേപിക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക 500 രൂപയാണ്. ഏറ്റവും കൂടിയത് 1.5 ലക്ഷം രൂപയാണ്. നിക്ഷേപ കാലാവധി 15 വർഷമാണ്. ഇത് എക്സ്റ്റെൻഡബിൾ ആണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റുന്നതാണ്. മറ്റ് സ്കീമുകളെ പോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അംഗീകൃത ബാങ്കുകളിലോ ഇത്തരത്തിലുള്ള പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. യാതൊരു വിധത്തിലുള്ള റിസ്ക്കും ഇതിലില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണം എവിടെയും പോകുന്നില്ല. കൃത്യമായിട്ട് സുരക്ഷിതമായ കരങ്ങൾ തന്നെയായിരിക്കും. നിങ്ങളുടെ പണം മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ മികച്ച റിട്ടേൺസ് തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. സെക്ഷൻ ITC പ്രകാരം ടാക്സ് ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭ്യമാണ്. അതുപോലെ തന്നെ ലഭിക്കുന്ന പലിശ എമൗണ്ടിനും മെച്യൂരിറ്റി എമൗണ്ടിനും യാതൊരു വിധത്തിലുള്ള ടാക്സ് നൽകേണ്ടതില്ല. വളരെ മിനിമം തുകയിൽ നിന്ന് നിങ്ങൾക്കിതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് മാക്സിമം 1.5 ലക്ഷം രൂപ വരെ ഇതിലേക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. വളരെ മികച്ച പലിശ നിരക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പോസ്റ്റ് ഓഫീസിന്റെ വളരെ പ്രധാനപ്പെട്ട സ്കീമുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ കുറഞ്ഞ എമൗണ്ടിൽ തന്നെ നമുക്ക് ഈ പദ്ധതിയിലോട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ കൂടിയ റിട്ടേൺസ് ആണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യത്തോടു കൂടി ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കണേ. ഇതുകൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്